യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ ലോറി ഡീസൽ വളരെ കുറവായിരുന്നു. ഫാക്ടറിയുടെ പുറത്തായിട്ട് തന്നെ കമ്പനി അക്കൗണ്ടുള്ള ഒരു പമ്പും ഉണ്ടായിരുന്നു. 92 രൂപ 56 ബീഹാറിലെ ഇന്നത്തെ ഡീസൽ വില. ടാങ്ക് ഫുള്ളാവാൻ 272 ലിറ്റർ ഡീസൽ അടിക്കേണ്ടി വന്നു. ഡീസൽ അടിച്ച ശേഷം 20 ലിറ്ററിന്റെ ഒരു പാക്കറ്റ് ആഡ് ബ്ലൂം കൂടി നമ്മൾ ലോറിയിൽ വാങ്ങി വെച്ചു. ശേഷം പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങി. പുറത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളെ കാത്ത് ഇരിപ്പുണ്ട്. ഈ കാണുന്ന ബൊലേറോ ജീപ്പിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എസ്കോർട്ട് വരുന്നത്. മുന്നിലുള്ള വണ്ടികളെല്ലാം ചെക്ക് ചെയ്ത് പറഞ്ഞു വിട്ട ശേഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ. മദ്യമുണ്ടാക്കാനായിട്ട് ഫാക്ടറിയിലോട്ട് വന്ന ലോഡുകളാണ് ഈ പുറത്ത് നിരന്ന് കിടക്കുന്നത്. അകത്ത് ഇപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അകത്തിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം മെയിൻ റോഡിൽ തന്നെ നിരത്തിയിട്ടിരിക്കുന്നത്. കുറച്ചധികം ദൂരം ഓടിയ ശേഷം വരാണ്ടന്റെ വണ്ടിക്ക് ചെറിയൊരു സെൻസർ കംപ്ലൈന്റ് വന്നു. ലോറി 20-ന് മുകളിൽ സ്പീഡ് കയറുന്നില്ല. ഇതിനു മുമ്പ് ഒരു തവണ ഇതിനൊക്കെ കംപ്ലൈന്റ് ആയതായിരുന്നു. അന്ന് കസ്റ്റമർ കെയർ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം അടുത്തുള്ള ലെയ്ലാൻഡ് ഷോറൂമിൽ നിന്ന് മെക്കാനിക്ക് വന്നാണ് ശരിയാക്കി തന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം അവർ മുന്നോട്ട് പോയി. നമ്മൾ മെക്കാനിക്കിനെയും കാത്ത് നിൽക്കാൻ തുടങ്ങി. സമയം ഇപ്പോൾ 6 മണി ആകുന്നതേ ഉള്ളൂ. മെക്കാനിക്ക് വരാൻ 10 മണിയെങ്കിലും ആകുമെന്നാണ് കസ്റ്റമർ കെയർ എന്ന് അറിയാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ നല്ല മഴയും തുടങ്ങി. ചെറിയൊരു 10 മിനിറ്റത്തെ പരിപാടിയാണ്, പക്ഷേ ആള് വന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 മിനിറ്റിന് വേണ്ടി നമ്മൾ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതെ, 10 മിനിറ്റിന് വേണ്ടി 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ എനിക്കും പറ്റില്ല. കറക്റ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഒരു സെൻസറാണ് അത്. നമ്മൾ എക്സോസിന്റെ അവിടെയാണ് അന്ന് ആദ്യത്തെ തവണ ഒരു കംപ്ലൈന്റ് വന്നപ്പോഴത്തേക്കും അവരവിടെയാണ് അത് ശരിയാക്കിയത്. പക്ഷെ അവരെന്നെ കാണാൻ സമ്മതിച്ചില്ല. ആ മെക്കാനിക്ക് എന്നെ വണ്ടിക്കത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മറ്റന്മാര് പോയി ചെയ്തത്. അപ്പൊ ഇന്നലെ ആ മെക്കാനിക്കിനെ നമ്മൾ വിളിച്ച് ചോദിച്ചു ആ സെൻസർ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഡ്രൈവർമാർക്ക് പറയത്തില്ലെന്ന് പറഞ്ഞു. കമ്പനി ഡയറക്റ്റ് ആള് തന്നെ വന്ന് ചെയ്യും, എല്ലാവരും നിങ്ങളടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അവന്മാര് വന്ന് കുത്തി വലിയ പണിയൊന്നും ചെയ്തില്ല. അവന്മാര് സ്പാനർ പോലും എടുത്തില്ല. അതിനടിയിലായിട്ട് അതൊരു പ്ലഗ് ലൂസ് ആയതെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ ഇന്നലെ അതിനകത്ത് കയറി നോക്കി, നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാക്സിമം ഉള്ള പ്ലഗുകളെല്ലാം ടൈറ്റ് ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ആർപിഎം കയറുന്നില്ല. അത് ഫസ്റ്റ് ഗിയറിലൊക്കെ ഉണ്ട്, ന്യൂട്രലിലും കയറുന്നുണ്ട്. പക്ഷെ ഒരു 4ാമത്തെ ഗിയർ തൊട്ട് ആർപിഎം കയറുന്നില്ല. സ്പീഡ് ഒരു 20-ന് താഴെ ഇന്ന് നിൽക്കത്തേ ഉള്ളൂ. ആ 20-ലുള്ള സ്പീഡ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ബീഹാർ ബോർഡർ കഴിയണമെങ്കിൽ തന്നെ നാളെ ആവും. മാത്രമല്ല മൈലേജും ഷോട്ട് വരും. അതുകൊണ്ട് പിന്നെ അവന്മാർ 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 10 മണി പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവന്മാർ വരുമ്പോൾ ഒരു 11 മണിയെങ്കിലും ആവും. നമ്മള് പിന്നെ എന്താ എത്ര മണിയാവും. മഴ കുറച്ച് കുറഞ്ഞപ്പോൾ പുറത്തോട്ടുള്ള കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി. അടുത്തായിട്ട് ഇനി വലിയൊരു നെൽപ്പാടമുണ്ട്. വയൽ വരമ്പിലൂടെ കുറച്ച് കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. മഴയായതുകൊണ്ട് വഴിയിലെ നല്ല ചെളിയായിരിക്കുകയാണ്. നമ്മളും പണ്ട് ഇതിനൊക്കെ മഴയത്ത് സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് പോകും. ഒരു സൈഡിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും മറു സൈഡിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകാതെ ആടുമേച്ചും തോല് പറിച്ചും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അടുത്തായിട്ട് ഇനി ഒരു ഹൈസ്കൂൾ കണ്ടു.